ചാലക്കുടിയിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങി. ചാലക്കുടിയിൽ 10,408 പോസ്റ്റൽ വോട്ട് തിരുവനന്തപുരത്ത് എണ്ണി തുടങ്ങി. അപ്പൊ ആദ്യ സൂചന എവിടുന്ന് ആർക്ക് അനുകൂലം, ആദ്യ സൂചന എവിടുന്ന് ആർക്ക് അനുകൂലം എന്നതിനെ കുറിച്ച് ആകാംക്ഷയുണ്ട്. അത് ആദ്യ സൂചന രാജ്യത്ത് നമുക്കത് പറയാൻ വേണ്ടി ഒരു ത്വര വന്നു തുടങ്ങി. അയ്യോ, ആ ത്വര ആദ്യമായിട്ട് എവിടെയാണ് ഈ വിജയത്തിന്റെ ഫലസൂചന വരുന്നതെന്ന് അറിയാൻ ആ സ്പാർക്ക്, ആ മിന്നൽ, ആ തെളിച്ചം അത് എവിടെ നിന്നാണെന്ന് പറയാനുള്ള ഒരു ആവേശത്തിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 543 ലോക്സഭാ മണ്ഡലങ്ങൾ, അതിൽ ഒരാൾ എതിർ സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിച്ചതുകൊണ്ട് അവിടെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ആരാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നെന്നുള്ള സൂചനകൾ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ LDF, UDF, NDA ലീഡ് നില. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് താഴെ 20 മണ്ഡലങ്ങളിലുള്ള മണ്ഡല വിശേഷങ്ങൾ. 20 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആരാണ് ലീഡ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ 24 ലോഗോയ്ക്ക് താഴെ നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ 3 ഭീകരന്മാരെ നിങ്ങൾ കാണേണ്ട തലയിലെഴുത്ത്. അത് കഴിഞ്ഞാൽ താഴെ സ്ഥാനാർത്ഥികളുടെ കളർ ചിത്രം കാണുന്നില്ലേ, അവിടെ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ഒക്കെ ചിത്രങ്ങൾ. അത് കഴിഞ്ഞാൽ അല്പം പറയൂ വിജയകുമാർ. ഇവിടെ തിരുവനന്തപുരത്ത് പോസ്റ്റൽ വോട്ട് എണ്ണുന്നുണ്ട്, ചാലക്കുടിയിലുണ്ട്, കോട്ടയത്തുണ്ട്, മാവേലിക്കരയിലുണ്ട്. അങ്ങനെ പല പല മണ്ഡലങ്ങളിൽ നിന്ന് പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിന്റെ കഥകൾ വരുന്നുണ്ട്. അതിന്റെ ടാലി ലീഡ് നില അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിയും. ദേശീയ തലത്തിലെ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. NDA എത്ര, ഇന്ത്യ എത്ര, മറ്റുള്ളവർ എത്ര എന്ന കണക്കിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണൽ പ്രക്രിയ പുരോഗമിക്കുന്നു. ഏതാണ്ട് 2-3 മിനിറ്റ് ആകുന്നതേ ഉള്ളൂ വോട്ടെണ്ണൽ തുടങ്ങിയിട്ട്. പോസ്റ്റൽ വോട്ടാണ് അവിടെ എണ്ണുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അതിന്റെ കണക്ക് വരാനിരിക്കുന്നത് ഉള്ളൂ. അല്പസമയത്തിനകം ആ കണക്കിന്റെ വിവരങ്ങൾ നമ്മൾ വരും. എക്സിറ്റ് പോളിൽ അല്ല, എക്സാറ്റ് പോളിലാണ് വിശ്വാസമെന്ന് ഷാഫി പറമ്പിൽ നേരത്തെ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ എക്സാറ്റ് പോളിന്റെ ഫലം വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിന്റെ വിവരങ്ങൾ ഓരോ സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. പോസ്റ്റൽ വോട്ടിന്റെ എന്തെങ്കിലും വിജയകുമാർ, അർജന്റ് ന്യൂസ് ഫോർ യു. യൂട്യൂബിൽ നമ്മൾ 2 lakhs പ്രേക്ഷകരെ കടന്നിരിക്കുന്നു. വളരെ നന്ദി പ്രേക്ഷകരെ. മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് അത് കാണിച്ചു തരാം. എന്താ ഒരു സ്പീഡ് എന്നറിയോ പ്രേക്ഷകരുടെ ഒരു വരവ്. ഇത് ടെലിവിഷന്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരെ കൂടി നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെങ്കിൽ എന്താ ഒരു സൗന്ദര്യം അല്ലേ. ഇതൊരു ഉത്സവമാണ്, ഇതൊരു ഡെമോക്രസിയുടെ ഉത്സവമാണ്, ജനാധിപത്യത്തിന്റെ മഹാപൂരം, മഹാപൂരമാണ്. 5 കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന ഇന്ത്യൻ പൂരമാണ് കണ്ടുപിടിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ 10 മടങ്ങുള്ള ഏറ്റവും വലിയ പൂരമാണ് നടക്കുന്നത്. പൂരത്തിന്റെ പൂരം. പ്രിയപ്പെട്ട വിജയകുമാർ, ആദ്യ സൂചന ഇന്ത്യ മുന്നണിക്ക് 2. ആദ്യ ഫലസൂചന 6-2. തപാൽ വോട്ടുകളുടെ എണ്ണി തുടങ്ങുമ്പോൾ 8-4. തപാൽ വോട്ടുകളാണ് ഇത്. തപാൽ വോട്ടുകളാണോ? വോട്ടുകളാണുള്ളത്. അതിൽ 11 മുകേഷ്, 1 പ്രേമേന്ദ്രൻ. കൊല്ലത്തെ 12 തപാൽ വോട്ടുകളിൽ 11 മുകേഷ്, 1 പ്രേമേന്ദ്രൻ. അപ്പൊ 11 മുകേഷ്, 1 NK പ്രേമേന്ദ്രൻ. NK പ്രേമേന്ദ്രൻ 1 അല്ലേ, മുകേഷിന് 11-1. അപ്പൊ ഇപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടെണ്ണൽ ആരംഭിക്കോ. ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ NDA 8, ഇന്ത്യ മുന്നണി 4, ഇന്ത്യ 12-4-1. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.